ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു കൊച്ചു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് കൂടി ഒന്ന് കാണണേ. അതായത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഞാൻ ആദ്യം ഒഴിച്ചായിരുന്നു കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ എണ്ണയിലിട്ടിട്ടുണ്ട്. ഏലക്ക സെപ്പറേറ്റ് ഇടുമായിരുന്നു, പെരുംജീരകം, പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട്, കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു ക്യാരറ്റും ഒരു 2 സവാള എരിഞ്ഞിട്ടുണ്ട്, അത് രണ്ടും കൂടെ ജസ്റ്റ് വഴറ്റി ഒരു പച്ചമുളക് കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം 2 വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ ഇടിച്ചെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്നൊരു വിശപ്പ് വന്നപ്പോഴേക്കും അങ്ങനെ ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കൈമ റൈസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം എടുത്തതാണ്. അപ്പോൾ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും 2 തക്കാളി ഇടുന്നുണ്ട്. 2 തക്കാളി ഞാൻ അപ്പം തന്നെ അരിഞ്ഞിടുമായിരുന്നു. ഒന്നും നേരത്തെ മുൻകൂട്ടി ചെയ്ത് വെച്ചില്ലായിരുന്നു. ആകെ ഞാൻ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സവാളയും ഒരു ക്യാരറ്റും നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ചുമന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. കല്ലു അവിടെ ഇരുന്നുകൊണ്ട് അവളുടെ കളി സാധനങ്ങളൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്തായാലും പെട്ടെന്ന് പരിപാടി കഴിയാമെന്ന് ഓർത്തിട്ട് ഞാനപ്പോൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയതാണ്. അപ്പോൾ 1 സ്പൂൺ കാശ്മീരി പൗഡർ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ഒരു 2 സ്പൂൺ മസാലപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കും. ഒരു നുള്ളു കുരുമുളക് കൂടി ഞാൻ ഇടുന്നുണ്ട്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കത് ചുമക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ കല്ലു വന്നിട്ടുണ്ട്. കല്ലുവിന് പാചകം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അവളിത് ഇപ്പോൾ എൻ്റെ പുറകെ വന്ന് അമ്മ മേളി കയറണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ പുറകെ. പിന്നെ രക്ഷയില്ലാണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ എടുത്തു. എൻ്റെ ഒക്കത്തിരിക്കുക. ഇനി നമുക്കിത് അരിയും കൂടെ ഇടാം. അരിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാവേ. അമ്മയാണ് എനിക്ക് അരി ഇട്ട് തന്നത്. അപ്പം ഇവളെ എൻ്റെ കയ്യിലിരുന്ന കാരണം കൊണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കാം. വെള്ളം നമ്മുടെ അരിയിനേക്കാളും ഒരു 1/2 ഇഞ്ച് പൊങ്ങി നിൽക്കണം. കല്ലൂനും ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി, മന്തി ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി എരിവ് കൂടുതലാണെങ്കിൽ അവൾ അതൊക്കെ കഴിച്ചോളും. വേറെ ഐറ്റംസൊക്കെ എരിവാണെങ്കിൽ അവൾ തൊടത്തില്ല. ഈ ഐറ്റംസൊക്കെ കഴിക്കും. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് നാരങ്ങ നീരും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു അരമുറിയുടെ നാരങ്ങ നീര് കൂടെ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടുകൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കാതെ. കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇടാം. നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നു വയ്യെ. നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2 വിസിൽ കേട്ടാൽ മതി. അതിന് ശേഷം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അത് തനിയെ ഇരുന്ന് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേക്കും കറക്റ്റ് വേവായിരിക്കും. അതിപ്പോൾ നമ്മുടെ റൈസ് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു സാലഡ് കൂടെ സെറ്റാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി സെറ്റായിട്ടുണ്ട്. സംഭവം സിമ്പിളായിരുന്നേ. എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പിന്നെ കല്ലു ഇടയ്ക്ക് ഒരു ബഹളം ഉണ്ടാക്കിയതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നോക്കിയാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞു. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് വെന്ത് റെഡിയായി. എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും
ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഓക്കെ, ബായ്.